അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ ഗ്രൂപ്പിൽ ഇന്നലെയാണ് ജോയിൻ ആയത്. അപ്പോൾ ഇതിൽ ഇട്ടത് പ്രമാണമായിട്ട് പോസ്റ്റ് ചെയ്ത് ഇമാം നവവിയുടെ കിതാബ് ഖുലാസത്തുൽ അഹ്കാം ഫി മുഹിമ്മാത്തി സുനനി വഖവായിദിൽ ഇസ്ലാം എന്ന കിതാബും അൽ മുഗ്നി എന്ന കിതാബുമാണ്. സാധാരണ മൗലവിമാർ പറയുന്നത് കേൾക്കാറ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുലേക്ക് റസൂലിലേക്ക് മടങ്ങണം എന്നാണ്. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആയത്തും അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഹദീസും അതിൻ്റെ അർത്ഥവും പോസ്റ്റ് ചെയ്തിട്ടല്ലേ അത് സമർത്ഥിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചില സമയത്തൊക്കെ വാള കിതാബ് എന്ന് പറയുന്ന കിതാബുകൾ എടുത്തിട്ടല്ലല്ലോ ഖുർആനും ഹദീസും അല്ലേ വേണ്ടത്. അത് വെച്ചിട്ടല്ലേ പറയേണ്ടത്, ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തെളിയിക്കേണ്ടത്. ആ സമയത്ത് അങ്ങനെ പറയുകയും ഈ സമയത്ത് ഖുർആനും ഹദീസും മടങ്ങാതിരിക്കുകയും ചെയ്യുന്നത് അതൊരു തരം ഇരട്ടത്താപ്പല്ലേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സഹോദരൻ്റെ സംശയം, സാധാരണ സലഫികൾ മുജാഹിദുകൾ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം, ഖുർആനിക ആയത്തുകളും ഹദീസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശദീകരിക്കാറുള്ളത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, മതപരമായ വല്ല വിഷയത്തിൽ നിങ്ങൾ തർക്കിച്ചാൽ, നിങ്ങൾ പരസ്പരം തർക്കിച്ചാൽ നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനിക ആയത്തുകളും ഹദീസുകളും വെച്ചിട്ടാണ് സാധാരണ മുജാഹിദുകൾ വിശദീകരിക്കാറുള്ളത്. ഇവിടെ ഈ ഉള്ളവൻ കിതാബുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ? ചിലപ്പോഴൊക്കെ കിതാബിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങണമെന്ന് പറയുക, മറ്റു ചിലപ്പോൾ കിതാബുകൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുക. ഇതൊരു തരം ഇരട്ടത്താപ്പല്ലേ എന്നാണ് സഹോദരൻ്റെ സംശയം. യഥാർത്ഥത്തിൽ സഹോദരൻ ഈ ഉള്ളവൻ വിശദീകരിച്ച വിശദീകരണം യഥാവണ്ണം കേട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ നാം കിതാബുകൾ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കിതാബുകളിൽ ഉള്ളത് നാം ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസുകൾ പ്രമാണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ, നാം ഈ വിഷയത്തിൽ ഏത് ഹദീസുകളാണോ പ്രമാണമാക്കുന്നത് ആ ഹദീസുകൾ സ്വഹീഹാണെന്നും ആ ഹദീസുകൾ ഈ വിഷയത്തിൽ ഉള്ള തെളിവാണെന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ നാം ഉദ്ധരിച്ച കിതാബുകളിലൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഖുലാസത്തുൽ അഹ്കാം എന്ന കിതാബാണല്ലോ നാം ആദ്യം ഉദ്ധരിച്ചത്. അതിൽ ഇമാം നവവി റഹ്മഹുല്ലാഹ് ഒരു അധ്യായം കുറിക്കുന്നുണ്ട്. എന്താണ്? വെള്ളിയാഴ്ചയും ജുമുഅയും അതേപോലെ തന്നെ ഈദും ഒത്തുവന്നാൽ, ഒരേ ദിവസമായി വന്നാൽ എന്ന അധ്യായത്തിൻ്റെ കീഴിലാണ് ഇമാം നവവി തന്നെ അത് സഹീഹാണെന്നും ഹസനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹദീസുകൾ ഉദ്ധരിക്കുന്നത്. അഥവാ രണ്ട് പെരുന്നാളുകളും ഒരുമിച്ച് വന്നാൽ, പെരുന്നാൾ നമസ്കാരം മുസ്ലിമീങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ ഇളവുണ്ട്, അവർ ജുമുഅ നിർബന്ധമായി നമസ്കരിക്കേണ്ടതില്ല, നമസ്കരിച്ചാൽ അത് ഖൈറാണ്, നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർക്കതിൽ ഇളവുണ്ട് എന്ന ഹദീസാണ് ഇമാം നവവി ഉദ്ധരിക്കുന്നത്. മാത്രമല്ല, ആ വിഷയത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പെരുന്നാളും ജുമുഅയും ഒന്നിച്ചു വന്നപ്പോൾ ജുമുഅ നമസ്കാരം ഒഴിവാക്കിയതായ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഇമാം നവവി റഹ്മഹുല്ലാഹ് അതിൻ്റെ ഇസ്നാദ് ഇമാം മുസ്ലിമിൻ്റെ ഷർത്തൊത്ത ഇസ്നാദാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നാം കേവലം എതിർകക്ഷികൾ ചെയ്യുന്നത് പോലെ, എതിർ വിഭാഗം ചെയ്യുന്നത് പോലെ കേവലം ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ ഒരു ഇബാറത്ത് തെളിവാക്കിക്കൊണ്ടല്ല നാം വിശദീകരിച്ചിട്ടുള്ളത്, മറിച്ച് പ്രമാണങ്ങളാണ്, ഹദീസുകൾ. ഇവിടെ ഇമാം നവവിയുടെ കിതാബ് ഉദ്ധരിച്ചത് എന്തിനാണ് സഹോദര? ഇമാം നവവിയുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്ന ഒരു വാചകം ഈ ഉള്ളവൻ വായിച്ച് അത് തെളിവാക്കിയോ? ഒരിക്കലുമില്ല. മറിച്ച് ഇമാം നവവി തന്നെ നാം ചർച്ച ചെയ്യുന്ന അതേ വിഷയത്തിൽ
ഹദീസുകൾ, സഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കുന്നു. ആ ഹദീസുകളാണ് നാം തെളിവാക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതായത് നാം ഈ വിഷയത്തിൽ തെളിവാക്കുന്ന ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ, അഥവാ നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാം നവവി അഥവാ ഇബ്നു ഖുദാമ പോലെയുള്ള പണ്ഡിതന്മാർ അത് തെളിവാക്കിയിട്ടുണ്ട്, പ്രമാണമാക്കിയിട്ടുണ്ട്. അഥവാ അത് ദുർബലമാണെന്ന് ഇമാം നവവി പറയുന്നില്ല. അതേപോലെ മഹാനായ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാ, ഇമാം നവവി ശാഫിഈ മദ്ഹബുകാരനാണെങ്കിൽ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ഇമാം നവവിക്ക് മുമ്പുള്ള പണ്ഡിതനാണ്. ഇബ്നു ഖുദാമ ഹംബലി മദ്ഹബുകാരനാണ്. അദ്ദേഹം ഈ ഹദീസുകൾ ഉദ്ധരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മസ്അല പറയുകയും ഹുക്ം പറയുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ പങ്കെടുക്കേണ്ടതില്ല, നിർബന്ധമല്ല, ഇമാമിനൊഴികെ എന്ന ഹുക്മ് പറയുന്നു. ആ ഹുക്മ് പറയുമ്പോൾ അവിടെ പ്രമാണമായിട്ട് ഉദ്ധരിക്കുന്നത് ഇവിടെ ഇമാം നവവിയൊക്കെ ഉദ്ധരിക്കുകയും സഹീഹാണെന്ന് പറയുകയും ചെയ്യുന്ന തെളിവുകളാണ്. അപ്പോൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ നാം അത് ഉദ്ധരിക്കും. അതിൽ യാതൊരു ഇരട്ടത്താപ്പുമില്ല എന്നാണ് സഹോദരനോട് പറയാനുള്ളത്.